അങ്ങനെ കറക്റ്റ് ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഇന്ന് പരീക്ഷ എഴുതാൻ പോകും. പക്ഷെ ഇന്ന് അത്രക്ക് സന്തോഷത്തിലല്ല, ഡിപ്രഷനിലാണ്. കാരണം എക്സാം ഏതാരോ മാത്സ് ആണ്. ആ ടൈമിൽ ഒരു സ്നാപ്പ് ഇട്ടപ്പോഴാണ് ചെങ്ങായി മെസ്സേജ് അയക്കണേ, ഇന്ന് എക്സാം ഉണ്ടോ ചോദിച്ചത്. അങ്ങനെ ഞാൻ പോയിട്ട് സ്കെയിലും പേന എടുത്ത് പിന്നെ പോയാണ്ട് ഒരു ഷൂ എടുത്ത് പെരീന്ന് പുറത്താണ് ഈ സൂര്യന്റെ ക്രൂര പീഡനാണ്. പക്ഷെ നമുക്ക് പേടിയില്ലല്ലോ സൺസ്ക്രീൻ ഇട്ടേ. ഇന്നത്തെ പരീക്ഷനെ കുറിച്ച് അങ്ങനെ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞ് പിന്നെ ഒരു രാത്രി ഞങ്ങൾ നേരെ പുറത്തേക്ക് റിഹാനി ഈ അടുത്തായിട്ട് എന്തൊക്കെ മാറ്റങ്ങളുള്ള പോലെ. പിന്നെ നിലമ്പൂരിൽ കിടക്കണേ നമ്മൾ നേരെ വണ്ടൂർക്ക് വന്നു. ഇവിടെ കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള മമ്മൂട്ടി മാർക്കോയൊക്കെ ഉണ്ട്. ഫസ്റ്റ് എപ്പൻ ഒരു ബൂസ്റ്റ് വാങ്ങി. ഇതാണ് നമ്മളെ മാർക്കോ എന്ന് പറയുന്ന സാധനം. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് റിവ്യൂ എടുക്കാം, കുഴപ്പമില്ല. അപ്പോഴാണ് എന്റെ ചങ്ങായി പറഞ്ഞ വണ്ടൂരിൽ അറൈവൽസിൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നല്ല ഡ്രസ്സ് അവിടെ ഉണ്ട്. അവിടേക്ക് നമ്മളുണ്ടാവും. ഉള്ളിൽ കയറിയപ്പോ തന്നെ ഞാൻ അതിന്റെ മുടിന്റെ കളറൊക്കെ നോക്കും. എന്നെ കാണാൻ കറക്റ്റ് ഒരു പൂക്കി ലുക്ക് തന്നെ. ചപ്രി പൂക്കിയ ചപ്രി നമ്മൾ കയറി വരുമ്പോഴത്തേനോട് ഫുള്ള് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് പ്രീമിയം ബ്രാൻഡും ആണ് അതൊക്കെ ഇവിടെ. ചുരുക്കി പറഞ്ഞെങ്കിൽ ഈ പെരുന്നാൾക്ക് ഒരു കുട്ടിനെ സെറ്റ് ആക്കാൻ പറ്റും. വെള്ളത്തുണി കിട്ടാ പിന്നെ എന്തായാലും സെറ്റ് ആവും. നമ്മൾ നേരെ രണ്ടാം നിലയിൽ പോയി. ഇവിടെ ഫുള്ള് സെമി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ കുട്ടികൾക്കുള്ള നല്ല സെറ്റപ്പ് കളക്ഷൻസ് ഉണ്ട്. അതിനെപ്പെടുത്ത് ഞാൻ കുറച്ച് ഷർട്ടൊക്കെ നോക്കി. കുട്ടികളുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് നമുക്ക് നല്ല സെറ്റ് സാധനം കൊണ്ട് പോകാം. പിന്നെ മൂന്നാം നിലയിൽ പോയപ്പോൾ ഇവിടെയാണെങ്കിൽ ഫുൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇനി ഞാൻ ഡ്രസ്സ് മാറ്റുന്ന സീനാണ് കാണാൻ പോണേ. കണ്ടില്ലേ, ഞാൻ ഡ്രസ്സ് മാറ്റി. ഇതൊക്കെ ഇട്ട് പോയാൽ പിന്നെ എന്തായാലും ഒരു കുട്ടി സെറ്റ് ആവും. പക്ഷെ അമ്മക്കാരുമില്ല. പിന്നെ അടുത്ത് ഞാൻ നല്ലൊരു ഷർട്ടാണ് നോക്കുന്നത്. ഈ പെൺകുട്ടിയൊക്കെ ഷർട്ട് ഒരു വീക്ക്നെസ് ആണെന്ന് എവിടെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് വേണ്ടി ഒന്നല്ല. ഇതും കൂടി ഇട്ടപ്പോ കടയിലത്തെ കാക്കനെ പറഞ്ഞു ഇന്നെ കാണാൻ നല്ല ചൊറുക്കുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഒരു സംഭവം തന്നെ. ഞാൻ ആദ്യം പറഞ്ഞ റിഹാൻ ഈ അടുത്തായിട്ട് എന്തൊരു മാറ്റം ഉണ്ട്. മുടി കളർ അടിച്ചപ്പോ എല്ലാരും ഞാൻ ചപ്രീക്കണ് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു പൂക്കിയേക്കണ്. പെരുന്നാളൊക്കെ ആയിട്ട് അതിന്റേതായ തിരക്കുണ്ട്. അവിടെ നിന്ന് ഏറ്റവും മേലത്തെ നിലയ്ക്ക് വന്നു. കല്യാണം കഴിച്ച പ്ലാനുള്ള ഇങ്ങോട്ടാണ് വന്നാൽ മതി. ഒരു പുതിയ ആപ്പിളക്ക് വേണ്ടിയത് മുഴുവൻ പെടണം. പക്ഷെ പെണ്ണിനെ ഞങ്ങൾ ഞാൻ സെറ്റ് ആക്കണമെന്നുള്ളൂ. ഞാനായി കൂടെ വാട്ടം മുടിച്ചെടുക്കണോ അപ്പൊ ഇവിടുത്തെ ചെങ്ങായിനോട് എടുത്തിട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെങ്കിലും ഇന്റെ പൂതി തീരട്ടെ വിചാരിച്ചു. ചപ്രതിലെ പേരിനാണ് നീതി പുലർത്തി. ഈ കണ്ണാട കൂടി ഇട്ട പിന്നെ കാണാൻ കറക്റ്റ് ഒരു പുതിയ ആപ്പിളിന്റെ പോലെ ഈ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടിക്കണേ. ഈ ബാക്കിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഗ്രൂമിന് റെന്റ് ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. ആ AC രണ്ടയിൽ പെടൂല. ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചർ വൈഫിന് ബ്ലാക്ക് ഇഷ്ടമല്ലെങ്കിലും അവിടെ ഒരു കളർഫുൾ സാധനം ഇട്ടൊക്കെ അവിടെ കുറച്ചുകൂടി ലുക്ക് ഉണ്ട് ഞാൻ കാണാൻ. അവിടുന്ന് ഒരു പാദരക്ഷകൾ ഇട്ട് പിന്നെ അവിടെ പ്ലെയിൻ ഷർട്ടുകളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾക്കും വേണ്ടിയാണ്. അപ്പൊ വരുന്ന ഒരു ലൊക്കേഷൻ മറക്കണ്ട, വണ്ടൂർ ടൗൺ സ്ക്വയറിന് അപ്പുറത്ത് തന്നെ. അപ്പൊ ശരി, ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിലാണ്.